ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാൻ അസീന യൂനസ്. ഇന്നത്തെ വീഡിയോ ഓറഞ്ച് കേക്കാണ് കേട്ടോ. ഓറഞ്ച് നീരുകൊണ്ട് നല്ല അടിപൊളി ഒരു കേക്ക് തയ്യാറാക്കുന്നുണ്ട്. മിക്സിയോ ബീറ്ററോ ഒന്നും ഇല്ലാതെ വിസ്ക് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ കേക്കിലേക്ക് എസൻസിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ മിൽക്കിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലോണം പൊന്തിയും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കിഡിലും ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 കോഴിമുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിനുശേഷം വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര വേണം. അത് മൊത്തമായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതും നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ എഗ്ഗിൻ്റെ നല്ല യെല്ലോ കളറല്ലേ, ആ യെല്ലോ കളർ മാറുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു വൈറ്റ് കളർ വരും. നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഓവൻ ഞാൻ പ്രീ ഹീറ്റിൽ വെച്ചിരുന്നു. 180 ഡിഗ്രിയിൽ 10 മിനിറ്റോളം ഞാൻ പ്രീ ഹീറ്റിന് വെച്ചിട്ടുണ്ട് കേട്ടോ ഓവൻ. അപ്പോൾ കണ്ടില്ലേ, യെല്ലോ കളർ ചെറുതായിട്ട് മാറി വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഓയിൽ ഒറ്റയടിക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ഒരു മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ലെങ്കിൽ അടപ്പിൽ ഓവൻ സെറ്റപ്പ് ഇപ്പം തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ. 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ അരിപ്പ് വെക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കണം. 2 കപ്പ് മൈദ, ഫുള്ളായിട്ട് എടുക്കണ്ട, വടിച്ചെടുത്തിട്ട് അങ്ങനെ 2 കപ്പ് മൈദ എടുക്കാം കേട്ടോ. 2 കപ്പ് മൈദ എടുത്തു. ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തു. ഇനി ബേക്കിംഗ് പൗഡർ വേണം. അത് 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡ എടുക്കണ്ട കേട്ടോ, ബേക്കിംഗ് പൗഡർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ലോണം ഇതിലേക്ക് അരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ അരിക്കുന്നതും ഞാൻ ഒറ്റയടിക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. 2-3 ട്രിപ്പായിട്ടൊന്നും ഇടുന്നില്ല. എന്നിട്ട് അതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സ്പീഡിൽ മിക്സ് ചെയ്യണ്ട, വളരെ പതുക്കെ മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് മൈദ കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ സ്പീഡിൽ മിക്സ് ചെയ്യണ്ട. അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണോളം തൊലി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓറഞ്ച് എടുത്തിട്ട് ഇതുപോലെ അതിലേക്ക് തന്നെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി നമ്മളെ ബാറ്റർ കുറച്ച് കട്ടിയുണ്ടെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം കൂടി ഓറഞ്ച് നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഓറഞ്ച് നീരും പ്ലസ് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് നീരും, അങ്ങനെയാണ് ഞാനിതിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രഷായിട്ട് തന്നെ ഞാൻ കൈകൊണ്ട് പിഴിഞ്ഞെടുത്തതാണ് ഓറഞ്ച്, മിക്സിയിലിട്ടൊന്നും അടിച്ചതൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മളെ ബാറ്റർ, ഇത്രയും ലൂസ് ആയിരിക്കണം കേട്ടോ. ഇനി ഞാനൊരു 7 ഇഞ്ച് വലുപ്പമുള്ള കേക്കിൻ്റെ ടിന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്.
എന്നിട്ട് അതോട് വിലങ്ങനെയും തിലങ്ങനെയും ഒക്കെ കൂടിയിട്ട് ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എയർ ബബിൾസ് പോവും. ഇനി നമുക്ക് ഇത് ഓവനിൽ ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ 160 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കറക്റ്റ് 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, കേക്ക് ഇവിടെ നല്ല രീതിക്ക് തന്നെ ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയപ്പോൾ ഇത് സെറ്റായിട്ട് നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട്. സ്റ്റിക്കുമൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. കണ്ടിലേക്ക് കാണുന്നു വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ടീ കേക്കായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ കേക്ക് നല്ലോണം തണുത്തപ്പോൾ അതിൽ നിന്ന് ടിന്നിൽ നിന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം തണുത്തതിന് ശേഷം റിമൂവ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റുന്നുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ വിപ്പിംഗ് ക്രീമൊന്നും യൂസ് ചെയ്യുന്നില്ല. സാധാ ടീ കേക്കായിട്ട് കഴിക്കാൻ കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അധികം ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ബീറ്ററും വേണ്ട, അതുപോലെ തന്നെ മിക്സിയൊന്നും വേണ്ട. ജസ്റ്റ് വിസ്ക് മാത്രം ഇട്ടായാൽ മതി. ഇനിയിപ്പോൾ വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടായാലും നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ കടയിൽ നിന്നും മേടിക്കേണ്ട, നമുക്ക് ചായ കുടിക്കാൻ ഇതുപോലെ ഒരു കേക്ക് ഉണ്ടായാൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. പിള്ളേർക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ഓറഞ്ചിന് നല്ല ഫ്ലേവറും അതുപോലെ തന്നെ നമ്മൾ ജ്യൂസൊക്കെ ഒഴിച്ചിട്ടുള്ളതായിട്ടും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ കേക്ക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് നമുക്ക് ബർത്ത്ഡേ കേക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതേ തന്നെ ബേസ് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പം നല്ല യമ്മി കേക്കാണ്. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ കണ്ടില്ലേ, ഞാനിത് കേക്കൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഞെക്കി അമർത്തി കാണിച്ചു തരണം കേട്ടോ. എത്രയും സോഫ്റ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ ചാനലിൽ ആലിയ ഭട്ടിൻ്റെ മിൽക്ക് കേക്കില്ലേ, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും നല്ല യമ്മി കേക്കാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന മെത്തഡാണ് ഞാൻ അതിലും കാണിച്ചിട്ടുള്ളത്. ഈ കേക്കിൽ പാലോ എസെൻസോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കേക്ക് നല്ലോണം തണുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. കേക്ക് എപ്പോഴും തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ വരുന്നത് വരെയും ബായ്.